ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് സി സദാനന്ദൻ മാസ്റ്റർ എം.പി. കേസ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും സദാനന്ദൻ മാസ്റ്റർ ജനം ടിവിയോട് പറഞ്ഞു. സാവരിയ ബസന്തിനെ സഹപാഠിയായ സദാറുൽ അനാം എന്നയാൾ കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. പ്രതി സാവരിയയെ നിരന്തരം ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചിരുന്നതായും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ മതപരിവർത്തനം, മാനസിക പീഡനം, സൈബർ ബ്ലാക്ക്മെയിൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സംഘടിത ശൃംഖലയ്ക്ക് കേസിൽ ബന്ധമുണ്ടാകാമെന്ന് കത്തിൽ എം.പി. പറയുന്നു. കേസിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി അന്വേഷിച്ച് ഇരയ്ക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന് എത്ര കണ്ട് ഫലപ്രദമായി ഇടപെടാൻ സാധിക്കും എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഈ ഒരു കേസ് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നതാണ് നിലപാട്. അപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ടും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നുമൊക്കെ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സംഘടിതമായ മതംമാറ്റ പ്രവർത്തനത്തെ ചെറുക്കാനുമുള്ള ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ആ കത്തയക്കാനുള്ള കാരണം. സാവരിയയുടെ ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള പ്രവേശനത്തിനും യാത്രയ്ക്കും സൗകര്യമൊരുക്കിയ വിദ്യാഭ്യാസ കൺസൾട്ടൻസി, റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നിവയുടെ പങ്ക് അന്വേഷിക്കണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. സാവരിയ ബസന്തിന്റെ കൊലപാതകം പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ ഉന്നയിക്കുമെന്നും എം.പി. പറഞ്ഞു. ഇത് രാജ്യവ്യാപകമായി തന്നെ നടക്കുന്ന ഒരു ശൃംഖലയുടെ ഭാഗമാണോ എന്നൊരു സംശയം ന്യായമായിട്ടുമുണ്ട്. അപ്പോൾ കേവലം ഒരു അന്വേഷണത്തിലൂടെ പ്രതിയെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട കുട്ടിക്ക് നീതി ലഭ്യമാക്കുക, കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക, ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നതിനപ്പുറത്ത് ഇതിനൊരു ദേശീയ മാനം കൂടെയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഉന്നത സഭയായ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എം.പി. കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.